ഹൈ ഓൾ വെൽക്കം ടു ASFD അക്കാഡമി. എല്ലാവർക്കും ASFD അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ NTPCയുടെ എക്സാം ഒരു എക്സ്പെക്ടഡ് എക്സാം ഡേറ്റ് എന്നത്തേക്ക് വരിക അല്ലെ? NTPCയുടെ എക്സാം ഡേറ്റ് ഏകദേശം ഏത് സമയത്തായിരിക്കും NTCയുടെ ടയർ 1 and 2 എക്സാംസ് വരിക? ഈ കാര്യങ്ങളിലൊക്കെ പലർക്കും ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ റെയിൽവേയുടെ എക്സാം കലണ്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ? എക്സാം കലണ്ടർ വന്നിട്ടുണ്ട്. സോ ആ ഒരു കലണ്ടർ അനുസരിച്ച് നമുക്ക് ഏതൊരു പീരീഡിലേക്ക് നമ്മുടെ NTPCയുടെ എക്സാംസ് എക്സ്പെക്ട് ചെയ്യാം അല്ലെ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു എക്സാം ഡേറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രെൻഡിങ് കാര്യങ്ങളും നോക്കിയിട്ട് ഏകദേശം ഏത് സമയത്തേക്കായിരിക്കും എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, NTPCയുടെ എക്സാം ഡേറ്റ് പറഞ്ഞത്. സോ ഓൾറെഡി കലണ്ടർ വന്നിട്ടുണ്ട്, അതിലൊരു ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, റഫായിട്ടാണെങ്കിൽ പോലും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു ടൈമിൽ നടക്കാനുള്ള സാധ്യത എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അതായത് NTPC ഇപ്പോൾ റെയിൽവേ വന്നിരിക്കുന്ന ഒഫീഷ്യൽ ഡേറ്റ് അല്ല എങ്കിൽ പോലും ആ ഒരു ടൈമിൽ എക്സാം നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്, ചാൻസസ് കൂടുതലാണ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നോക്കാവുന്നതാണ് അല്ലേ? സോ ഓൾറെഡി നമുക്ക് അറിയാവുന്ന പോലെ തന്നെ NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് വേക്കൻസീസിന്റെ കാര്യം അറിയാം. ഗ്രാജുവേറ്റ് ലെവലിൽ ഏകദേശം 5810 വേക്കൻസീസും അതുപോലെ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് 3050 വേക്കൻസീസും, അങ്ങനെ ടോട്ടൽ 8860 വേക്കൻസീസ് ആണ് ടോട്ടൽ NTPCക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പോൾ എന്നത്തേക്ക് ഇതിന്റെ എക്സാംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? ഇത്രയും വേക്കൻസിലൊക്കെ നമുക്ക് 2 ലെവലായിട്ടാണ്, CBT 1 and 2 ആയിട്ടാണ് നമുക്ക് എന്ത് നടക്കുക, എക്സാംസ് നടക്കുക. 2 ലെവലായിട്ടാണ്, ടയർ 1 and ടയർ 2 ആയിട്ടാണ് നമുക്ക് എക്സാംസ് നടക്കുക. അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് എന്നത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം അല്ലെ? റെയിൽവേയുടെ ഈ റഫ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ട് അത് ഏകദേശം ഏത് മന്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത് അല്ലെ? സോ ലാസ്റ്റ് ഇയറിലെ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് NTPCയുടെ എക്സാം വന്നിരിക്കുന്നത്, ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് സെപ്റ്റംബർ 13-നും ഒരാഴ്ചയ്ക്ക് ശേഷം NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റിനത് സെപ്റ്റംബർ 20-നുമാണ് നിങ്ങൾക്ക് എന്ത് വന്നിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നത് അല്ലേ? ആൻഡ് എക്സാം ഡേറ്റും കൂടെ നോക്കാം. ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാം നടന്നത് ജൂൺ 2025-ലാണ്. അതായത് സെപ്റ്റംബർ 13-ൽ നോട്ടിഫിക്കേഷൻ വന്നു, ജൂണിലാണ് എന്ത് നടക്കുന്നത്, അതിന്റെ എക്സാം നടക്കുന്നത് അല്ലേ? ആൻഡ് ഇവിടെ അണ്ടർ ഗ്രാജുവേറ്റിന്റെ ആണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാം നടക്കുന്നത്. സോ ആ ഒരു ടൈം നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ NTPC 2025 അല്ലെ, NTPC ഗ്രാജുവേറ്റ് ലെവൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വന്ന ഏകദേശം എന്തായിരുന്നു, നമ്മൾ ഈ പറയുന്ന ഒക്ടോബറിലായിരുന്നു അല്ലെ? ഒക്ടോബർ 2025 ഒക്ടോബർ 21-നാണ് നിങ്ങൾക്ക് എന്ത് വന്നത്, NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ തന്നെ UG ലെവലിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നതാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ പറയുന്ന പോലെ 28-ാം തീയതി ആയിരുന്നു അല്ലെ? ഏകദേശം 28-ാം തീയതിയാണ് നിങ്ങൾക്ക് എന്തിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്, അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. സോ അറിയാം, കഴിഞ്ഞ മാസം ഏകദേശം കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ വന്ന അതേ ടൈം പീരീഡിലൊക്കെ തന്നെയാണ്, ഏകദേശം ഒരു 1 month ഗ്യാപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഇയറിലെ നോട്ടിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, വന്നിരിക്കുന്നത് അല്ലെ? സോ ലാസ്റ്റ് മന്തിൽ നോക്കുകയാണെങ്കിൽ ജൂണിൽ നിങ്ങൾക്ക് എന്ത് നടന്നു, എക്സാം നടന്നു. സെപ്റ്റംബറിൽ വന്നതിന്റെ എക്സാം നടന്നത് ജൂണിലാണ്, അതുപോലെ തന്നെ ഓഗസ്റ്റിലുമായിട്ടാണ് നടന്നിരിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ടൈം പീരീഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറയുന്ന ഒക്ടോബറിൽ വന്നതുകൊണ്ട് തന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് എക്സാം നടക്കാനുള്ള പോസിബിലിറ്റീസ് വരുന്നത് കൂടുതലും ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു 1 month കയറ്റി നമുക്ക് ചിന്തിക്കാം അല്ലെ? ജൂൺ ടു ഓഗസ്റ്റ് ആണ് ലാസ്റ്റ് ഇയറിൽ എക്സാം നടന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഈ മാസം നമുക്ക് ഈ പറയുന്നതിൽ എന്ത് വന്നിരിക്കുകയാണ്, 1 month എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഡേറ്റ് 1 month ലേറ്റ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ഏകദേശം ജൂലൈ മുതൽ നമുക്ക് ഏത് വരെ, സെപ്റ്റംബർ വരെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? കഴിഞ്ഞ ലാസ്റ്റ് ഇയറിൽ 2024 എക്സാംസിന്റെ ഒരു പാറ്റേൺ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം 7, 8, 9 മാസങ്ങളുടെ ഒരു ഗ്യാപ്പ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ജൂൺ ടു ഓഗസ്റ്റ് എന്നുള്ളതിന് പകരം നമുക്ക് ജൂണിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഏകദേശം ഒരു ജൂലൈ ടു സെപ്റ്റംബർ മാസം അല്ലെ? ജൂലൈ സെപ്റ്റംബർ മാസങ്ങൾ, ജൂലൈ ഓഗസ്റ്റ് ആവാം, സെപ്റ്റംബർ, അങ്ങനെ ഏത് മാസങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യാം, റഫായിട്ട് നമുക്ക് ഇതിന്റെ എക്സാംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നല്ലേ? മോസ്റ്റ് പ്രോബബ്ലി ഈ പറയുന്ന പോലെ ജൂലൈയിൽ തന്നെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ലെവലിന്റെ എക്സാംസ് നടക്കാനുള്ള സാധ്യത എന്താണ്, വളരെയധികം കൂടുതലാണ് അല്ലെ? സോ ജൂലൈ മന്ത് മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെപ്റ്റംബറിലേക്ക് പോകണ്ട, ജൂലൈ മുതൽ തന്നെ നിങ്ങൾക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, ഈ പറയുന്ന പോലെ NTPCയുടെ അടുത്ത എക്സാംസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ലാസ്റ്റ് ഇയറിലെ നോട്ടിഫിക്കേഷൻ വെച്ചൊന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും ഈ ഒരു റേഞ്ചിലാണ് നിങ്ങൾക്ക് എക്സാം നടക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾ റെയിൽവേയുടെ കലണ്ടർ നോക്കുക, റെയിൽവേ പബ്ലിഷ് ചെയ്ത 2026 എക്സാം കലണ്ടർ നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും NTPC അല്ലെ, നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് എക്സാമിന്റെ റഫ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, പീരീഡ് പറഞ്ഞിരിക്കുന്നത് ജൂലൈ ടു സെപ്റ്റംബർ തന്നെയാണ്. ജൂലൈ ടു സെപ്റ്റംബർ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ട്രെൻഡ് ആണ് ഫോളോ ചെയ്യുന്നത്. ലാസ്റ്റ് ഇയർ സെപ്റ്റംബറിൽ വന്നു, നമുക്ക് എപ്പോൾ എക്സാം നടന്നു, ജൂലൈയിൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ എന്ത് എക്സ്പെക്ട് ചെയ്യുക, നമുക്ക് ഈ മാസം ഒക്ടോബറിൽ വന്നതുകൊണ്ട് തന്നെ ജൂൺ നമ്മൾ തൽക്കാലം വിട്ടാൽ പോലും ജൂലൈ മാസം മുതൽ നിങ്ങൾക്ക് എക്സാം നടക്കാനുള്ള ചാൻസസ് ഹൈ ആണ് എന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക. സോ ജൂലൈ ടു സെപ്റ്റംബർ പീരീഡിലാണ് നമുക്ക് NTPCയുടെ എക്സാംസ് നിലവിൽ അല്ലെ? മോസ്റ്റ് പ്രോബ്ലി ജൂലൈ വെച്ച് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി അങ്ങോട്ടുള്ള എക്സാംസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സോ അറിയാലോ, അതേ CBT 1 and 2 എക്സാം, CBT 1 എക്സാം ഉണ്ട്, ഫസ്റ്റ് സ്റ്റേജും ഉണ്ട്, സെക്കൻഡ് സ്റ്റേജും ഉണ്ട് അല്ലെ? ഫസ്റ്റ് സ്റ്റേജും ഉണ്ട്,
നിങ്ങൾക്ക് സിലബസ് ഒക്കെ ഞാൻ പറയാറല്ലോ, NTPC Tier 1 and 2 എക്സാംസിന്റെ സിലബസ് നിങ്ങൾക്ക് എന്ത് തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ചേഞ്ചസോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പയർ ടു Tier 1, Tier 2 എക്സാംസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഡിഫിക്കൽട്ടി ലെവലിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറൻസ് ആണ്. ഇവിടെ വരുമ്പോൾ GK പാർട്ടിന് 40 മാർക്കും മാത്സിന് 30 മാർക്കും അതുപോലെ തന്നെ റീസണിങ് പാർട്ടിന് എത്രയാണ് 30 മാർക്കുമാണ് വരിക. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ടോട്ടൽ 100 മാർക്ക് വരാം. Tier 2 എക്സാംസ് നിങ്ങൾക്ക് 120 മാർക്കിനാണ് എന്ത് ചെയ്യുന്നത്, എക്സാംസ് നടക്കുന്നത് അല്ലേ. ജനറൽ അവയർനെസ് 50 മാർക്ക് വരും, മാത്സ് 35 ആൻഡ് റീസണിങ് 35 മാർക്സിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാംസ് കണ്ടക്ട് ചെയ്യുക. ടോട്ടൽ 120 മാർക്സിനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, Tier 2 എക്സാംസ് നടക്കുക. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, NTPC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ ജൂലൈ ടു സെപ്റ്റംബർ, അതിൽ തന്നെ ജൂലൈ എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ എന്തെന്ന് പറയുന്നത്, എക്സാംസിന് വേണ്ടിയുള്ള നിങ്ങൾ ഡെഡ് ലൈൻ ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ട അല്ലേ. നിങ്ങൾ ഡെഡ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, ഈ ഒരു ജൂലൈ തന്നെയാണ്. ബാക്കി അതിനുശേഷം എക്സ്റ്റെൻഡ് ചെയ്തു പോയാലും ആ ടൈം നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, റിവിഷൻ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. സോ നമ്മുടെ ടാർഗറ്റ് എപ്പോഴും എന്ത് തന്നെയായിരിക്കണം, നമ്മൾ മാക്സിമം ഏറ്റവും നേരത്തെ നടക്കാൻ സാധിക്കും. നമ്മളെപ്പോൾ ഒരിക്കലും ലേറ്റ് ആയിട്ട് നടക്കുന്നതിലേക്ക് പോകരുത്. നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടൈം ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്തിന്റെ ബേസിസിലാണ്, എത്രയാണോ നേരത്തെ അല്ലെങ്കിൽ മാക്സിമം ഏർലി നടക്കാനുള്ള സാധ്യത എത്രത്തോളം ആണോ എന്നുള്ളത് നോക്കുക. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക, ജൂലൈയിലാണ് മോസ്റ്റ് പ്രോബബ്ലി എന്ത് നടക്കാനായിട്ടുള്ള സാധ്യത, ഏറ്റവും പോസിബിൾ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത് വരുന്ന ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ജൂലൈ മാസം മുതൽ നടക്കാനായിട്ടാണ്. ഓക്കെ, അപ്പം ജൂലൈ ടാർഗറ്റ് ചെയ്തിട്ട് ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്യുക, റിവിഷനും മറ്റു ആളുകൾ. അപ്പോൾ നമ്മൾ മാക്സിമം സിലബസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ മാക്സിമം ഏർലി കവറേജ് ആയിരിക്കണം. അപ്പൊ അത്രയും നേരത്തെ നമ്മൾ സിലബസ് കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം ഓർഗനൈസ്ഡ് ആയിട്ട് ഓരോ ദിവസവും എത്രത്തോളം പഠിക്കണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. സോ പലർക്കും വരുന്ന പ്രശ്നം ഇതാണ്, എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അറിയാം, നമ്മളിത് എങ്ങനെ പഠിച്ചാൽ നമുക്കിത് എക്സാമിന് മുമ്പ് കവർ ചെയ്യാൻ പറ്റും, എങ്ങനെ പഠിച്ചാൽ നമുക്ക് റിവിഷന് ടൈം കിട്ടും, ഇതൊക്കെ പലരെയും ടെൻഷൻ ആക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒറ്റ കാര്യമാണ്, നമുക്ക് ഈ വരാൻ പോകുന്ന ജൂലൈ എക്സാംസിന് നമുക്കൊരു കംപ്ലീറ്റ് സ്ട്രാറ്റജി വേണം. ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റൂ. സോ ഓരോ ദിവസവും എന്തെല്ലാം ടോപ്പിക്സ് പഠിക്കണം, എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തന്നുകൊണ്ടുള്ള ഒരു ഡെയിലി ടൈം ടേബിൾ ബേസിലുള്ള ഒരു സ്റ്റഡി പ്ലാനിലൂടെയാണ് നമ്മുടെ NTPCയുടെ കംപ്ലീറ്റ് ബാച്ചിന്റെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത് അല്ലേ. Tier 1 and 2 എക്സാംസിന് വേണ്ടിയുള്ള ഒരു കംപ്ലീറ്റ് ബാച്ച് ആണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ബാച്ചസ് ഇല്ല. 1 and 2 എക്സാംസ് ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് എന്ത് വരിക, ക്ലാസ്സസ് നമുക്ക് വരിക അല്ലേ. സോ ഞാൻ പറഞ്ഞല്ലോ, Tier 2ലേക്കൊക്കെ നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ചാൻസസ് വളരെ ഹൈ ആണ്. 1 ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയുള്ള റിവിഷനും കാര്യങ്ങളെല്ലാം റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സോ അതുകൊണ്ട് തന്നെ മാക്സിമം ഏർലി സിലബസ് കവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ടാർഗറ്റ് അല്ലേ. സോ ഏർലി സിലബസ് കവറേജ് ആയതുകൊണ്ട് തന്നെ PYQ ഓറിയന്റഡ് ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സസ് ആയിരിക്കും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സാമിനോട് അനുബന്ധിച്ച് കിട്ടുക. സോ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മാക്സിമം സെറ്റ് ആക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യൂ, എക്സാംസിന് നമ്മൾ പോകും. അതുപോലെ തന്നെ റെഗുലർ ബേസിസിൽ നിങ്ങൾക്ക് എന്തും ഉണ്ടാകും, മോക്ക് ടെസ്റ്റുകളും ഉണ്ടാകും. നമ്മുടെ NTPCയുടെ എക്സാമിന്റെ അതേ പാറ്റേണിലുള്ള മോക്ക് ടെസ്റ്റുകളും PYQ ഓറിയുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പലർക്കും എക്സാം ഒക്കെ അടുപ്പിച്ച് മോക്ക് ടെസ്റ്റുകൾ പർച്ചേസ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടെ ഒന്നുമില്ല, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അത് നമുക്കറിയാം തന്നെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് നിങ്ങൾക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് എല്ലാം, പോയിന്റ്സ് എല്ലാം നമ്മൾ പഠിക്കുകയും ചെയ്യും. അത് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. സോ അതിന് സെപ്പറേറ്റ് ഒരു പഠനം നമുക്ക് എന്ത് ചെയ്തില്ല, വേണ്ടി വരത്തില്ല. സോ ഈ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് എന്തൊക്കെയാണ്, അതിന്റെ ക്ലാസ്സസ്, അതിന്റെ നോട്ട്സ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്തിട്ട് റിവിഷന് ആവശ്യത്തിൽ അധികം ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. സോ ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടി ഓർഗനൈസ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഒരു മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി കൃത്യമായിട്ട് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട. വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന സ്ക്രോളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കമന്റിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്താൽ നമുക്ക് ഓൾറെഡി കറണ്ട് അഫയേഴ്സ് സെക്ഷൻസ് വരുന്നുണ്ട്, അത് കൂടാതെ ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്, ആൻഡ് നമുക്ക് മറ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇനി ഫ്രീ ക്ലാസ്സസിന്റെ നോട്ട്സും അതുപോലെ മറ്റ് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും വരുന്ന ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻസും അപ്ഡേറ്റ്സും എല്ലാം കൃത്യമായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനലിലേക്ക് എന്ത് ചെയ്യുക, ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടി എന്ത് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ആ ഗ്രൂപ്പ് ത്രൂ ആയിരിക്കും. അതുപോലെ വരുന്ന ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സും എല്ലാം, അതിന്റെ നോട്ടിഫിക്കേഷൻസും PDF എല്ലാം ആ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ ഗ്രൂപ്പിലേക്ക് എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ട് വരുന്നത്. സോ താല്പര്യമുള്ളവരെ പറഞ്ഞല്ലോ എന്ത് ചെയ്യുക, നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ ആയിരിക്കും കേട്ടോ. സോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുക, ഫുൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സി ഓൾ ദ ബെസ്റ്റ്.